എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ, ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് കമ്പൽസറി വാക്സിനേഷൻ ഈസ് ലീഗൽ ആൻഡ് ഡസ് നോട്ട് വയലേറ്റ് എനിവൺസ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ഒരു ആർട്ടിക്കിളാണ്. ഇതിന് കാരണം എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ റീസൺ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തെമ്പാടുമുള്ള ഗവൺമെന്റുകൾ അവർ തങ്ങളുടെ പൗരന്മാർക്ക് COVID-19 വാക്സിനേഷൻ നൽകുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വളരെ വലിയ ഒരു മെഗാ ഡ്രൈവിലാണ് അല്ലെങ്കിൽ മെഗാ ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്നാൽ പല ആളുകളും വാക്സിൻ എടുക്കാനുള്ള ഹെസിറ്റേഷൻ വളരെ കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ഹെസിറ്റേഷൻസ് ഒഴിവാക്കുക അല്ലെങ്കിൽ ഇതിനെ ബൈപ്പാസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി മേഘാലയ ഗവൺമെന്റ് പുതിയൊരു ഇനിഷ്യേറ്റീവുമായിട്ട് വന്നു. ദാറ്റ് മീൻസ് before you going to start your business or economic activities, every single individual who resides in this state will have to get vaccinated against COVID-19 എന്ന ഒരു സാധ്യതയിലേക്ക് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ മേഘാലയ ഗവൺമെന്റ് തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ മേഘാലയ ഗവൺമെന്റ് അത്തരത്തിലുള്ള തീരുമാനത്തിനെതിരെ ചില ആ തീരുമാനങ്ങളെ കോടതിയിൽ ചലഞ്ച് ചെയ്യുകയാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്തത്. ഇൻ രജിസ്ട്രാർ ജനറൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മേഘാലയ, ദ മേഘാലയ ഹൈക്കോർട്ട് റൂൾഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഡർ റിക്വയറിംഗ് ഷോപ്കീപ്പേഴ്സ്, ലോക്കൽ ടാക്സി ഡ്രൈവേഴ്സ് ആൻഡ് അതേഴ്സ് ടു ഗെറ്റ് COVID-19 vaccine before they resume economic activities is violative of the right to privacy, life, personal liberty and the livelihood. അതായത് ഈ ഒരു കേസിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് മേഘാലയ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ആവശ്യകത എന്തായിരുന്നു? ആവശ്യകത ആ റീജിയനിലുള്ള ലോക്കൽ ഡ്രൈവേഴ്സ്, ഷോപ്പ് കീപ്പേഴ്സ്, അതല്ലെങ്കിൽ മറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും എന്തായിരിക്കണം? COVID-19 വാക്സിനേഷൻ എടുത്തവരായിരിക്കണം ബിഫോർ ദേ റെസ്യൂം ദെയർ എക്കണോമിക് ആക്ടിവിറ്റീസ്. Court opined that it's the violation of Article 21. Article 21 means right to life, personal liberty and even privacy, right to life and even livelihood. ഇത്തരത്തിലുള്ള ഒരു നടപടിയാണ് അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങൾ ശരിക്കും മൗലികമായ അവകാശത്തിന്റെ വയലേഷൻ ആണോ? കാരണം COVID-19 is a menace which have a frequent waves are arising. ഒരു ഒന്നാം വേവ്, രണ്ടാം വേവ് and third wave yet to come. വളരെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയായിരുന്ന ഈ സാഹചര്യത്തിൽ ഇതൊരു മൗലികമായ അവകാശങ്ങളുടെ ലംഘനമാണോ എന്നാണ് ഈ ആർട്ടിക്കിൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ കോടതിയുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, കോടതി അല്ലെങ്കിൽ കോർട്ട് റീസൺ ദാറ്റ് forcing people to vaccinate themselves vitiates the very fundamental purpose of welfare attached to it. അതായത് ഈ വെൽഫെയർ എന്ന ഒരു സാഹചര്യം, അതായത് രാജ്യം എന്ന് പറഞ്ഞ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. അത്തരത്തിൽ ഈ COVID-19 വാക്സിനേഷന് വേണ്ടി ജനങ്ങളെ നിർബന്ധിക്കുമ്പോൾ ഈ ഒരു COVID-19 വാക്സിനേഷന്റെ ഉൾപ്രേരകമായിട്ടുള്ള വെൽഫെയർ എന്ന സാധ്യതയാണ് മുൻനിർത്തിക്കേണ്ടത്. അല്ലാതെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ജനങ്ങളെ നിയമം മൂലം അല്ലെങ്കിൽ നിർബന്ധിക്കുകയോ ചെയ്യുമ്പോൾ വെൽഫെയർ എന്ന ഒരു സാധ്യത ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. It ruled that government's order intrudes upon one's right to privacy and personal liberty as it deprives the individual of their bodily autonomy and bodily integrity even though അതായത് ഇതിനകത്ത് ഒരു വ്യക്തിക്ക് ജീവനും അല്ലെങ്കിൽ ജീവനോപാധിക്കും അവസരമുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തിന്റെ മുകളിലുള്ള അധികാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോഡിലി ഓട്ടോണമിയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ട്, ഈ നിർബന്ധം കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നത്. ദാറ്റ് കുഡ് നോട്ട് ബി എന്റർടൈൻഡ് എന്നായിരുന്നു കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. എന്നാൽ പല സാഹചര്യത്തിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിസ് ബോഡിലി ഓട്ടോണമി ഹാസ് reasonable restrictions as well. In a case of COVID-19, it's a classic example of the life-threatening events of the globe. രാജ്യത്തിന്റെ, ലോകത്തിന്റെ തന്നെ ഒരു ലൈഫിനെ
ഭീഷണിയാകുന്ന ഒരു സാധ്യതയാണ് COVID-19. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വാവ്രിക്ക ആൻഡ് അതേഴ്സ് വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക് കേസ്, the European Court of Human Rights said that the compulsory COVID-19 vaccination scheme is consistent with the right to privacy and religion. അതായത് ഏതെങ്കിലും തരത്തിലുള്ള മൗലികമായ അവകാശങ്ങളുടെ ലംഘനങ്ങളല്ല ഈ ഒരു സാധ്യത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പൽസറി വാക്സിനേഷൻ എന്ന് ചെക്ക് റിപ്പബ്ലിക് കോടതികളും യൂറോപ്യൻ കോഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ അവകാശപ്പെടുമ്പോൾ ഈ രാജ്യത്തും 1880 ഒരു നിയമം ഉണ്ടായിരുന്നു, ദ വാക്സിനേഷൻ ആക്ട് 1880. 1880 വാക്സിനേഷൻ ആക്ട് ഇറ്റ് അലൗഡ് ദ ഗവൺമെന്റ് ടു മാൻഡേറ്റ് സ്മോൾ പോക്സ് വാക്സിനേഷൻ among children in select areas. Similarly, several state laws which set up municipal corporations and councils empower local authorities to enforce compulsory vaccination schemes, etc. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തും നിലവിലുണ്ട്. അതായത് 1889 ഇപ്പോഴും നിലനിൽക്കുന്ന ദി വാക്സിനേഷൻ ആക്ട് ഓഫ് 1880 mandate that the compulsory vaccination among children in select states or select region against സ്മോൾ പോക്സ്. ഈ സ്മോൾ പോക്സ് പോലുള്ള അസുഖങ്ങൾക്കെതിരെ ഉള്ള വാക്സിനേഷൻ ചില റീജിയനുകളിൽ അല്ലെങ്കിൽ അത് വളരെയധികം പ്രിവലന്റ് ആയിട്ടുള്ള റീജിയനുകളിൽ ശക്തമായിട്ടും നിർബന്ധമായിട്ടും കൊടുക്കുവാനുള്ള ഒരു അവകാശം സ്റ്റേറ്റിൽ നിക്ഷിപ്തമാണ് എന്നത് തന്നെയാണ് ദ വാക്സിനേഷൻ ആക്ട് ഓഫ് 1880 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്, ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ. സോ ഈ കേസിൽ നമ്മളുടെ ഏതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നതാണ് ഒരു ചെറിയ ഒരു ചെക്കായിട്ട് നമ്മൾ പറയുന്നത്. ദ മെയിൻ ബോൺ ഓഫ് കണ്ടൻഷൻ ഇസ് ദാറ്റ് കമ്പൽസറി വാക്സിനേഷൻ വയലേറ്റ്സ് ബോഡിലി ഇന്റഗ്രിറ്റി ആൻഡ് ടേക്സ് അവേ ഡിസിഷണൽ ഓട്ടോണമി ഫ്രം പീപ്പിൾ, thereby violating their right to life and privacy. അതായത് ബേസിക്കലി അല്ലെങ്കിൽ ഏറ്റവും കോർ പ്രിൻസിപ്പിൾ ആയിട്ട് എടുത്തു പറയുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമ്പൽ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വാക്സിനേഷൻ എടുക്കാൻ നിർബന്ധിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ ബോഡിലി ഓട്ടോണമി ആണ് ഇല്ലാതെ വരുന്നത്, വിച്ച് ഈസ് അണ്ടർ ദ ആംബിറ്റ് ഓഫ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇപ്പൊ ജീവിക്കാനുള്ള അവകാശത്തിനെതിരെ. അപ്പൊ അതിനെ ഏറ്റവും വലിയ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾ ആണ്, എവറി റൈറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റീസണബിൾ റെസ്ട്രിക്ഷൻ ആൻഡ് ദ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സുപ്രീം കോടതിയിലെ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ഒരു 3 pronged ടെസ്റ്റിനെ ഉപയോഗിക്കുന്നുണ്ട്. ഏതിനു വേണ്ടിയിട്ട് restriction on privacy can be justified by a three-pronged test enumerated from Justice Puttaswamy versus Union of India case. ഇവിടെ വേണമെങ്കിൽ പ്രിലിംസിന് ഒരു ചോദ്യത്തിന് സാധ്യതയുണ്ട്, ഏത് കേസിൽ നിന്നാണ് ഈ 3-pronged ടെസ്റ്റ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, വിച്ച് ഇസ് റിലേറ്റഡ് ടു 3-pronged ടെസ്റ്റ്. അതോ UPSCക്കോ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാംസിനോ അല്ലെങ്കിൽ IBPS പോലുള്ള പരീക്ഷകൾക്കും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ 3-pronged ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് 3-pronged ടെസ്റ്റ് എന്ന് പറയുന്നത്? The first, the restriction must be provided in the law. State government have the authority to mandate vaccines. അതായത് ഒരു വ്യക്തിയുടെ മൗലികമായ അവകാശങ്ങളെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ there must be having a law provided for the same. അത്തരത്തിലുള്ള ഒരു നിയമം മൂലം ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. We have that one under the Epidemic Diseases Act 1897, which allows them to prescribe regulations to prevent the spread of an epidemic disease. അല്ലെങ്കിൽ എപ്പിഡമിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകർച്ചവ്യാധി പ്രതിരോധത്തിന് വേണ്ടുന്ന ഒരു സാഹചര്യങ്ങൾ ചെയ്യുവാനുള്ള അവകാശം സ്റ്റേറ്റിൽ നിക്ഷിപ്തമാണ് എന്ന് we have already won law. So that ഒന്നാമത്തെ സാധ്യത അല്ലെങ്കിൽ 3-pronged ടെസ്റ്റിലെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, the restriction must be provided in the law. State governments have the authority to mandate vaccines under the Epidemic Disease Act 1897. നമുക്ക് ഓൾറെഡി ഒരു നിയമമുണ്ട്. സോ ദാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നിയമം? ഈ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുവാൻ വേണ്ടുന്ന നടപടികൾ ചെയ്യുവാൻ സ്റ്റേറ്റിനെ അധികാരപ്പെടുത്തുന്ന ഒരു നിയമമുണ്ട്. അതാണ് എപ്പിഡമിക് ഡിസീസ് ആക്ട് 1897. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ വി ഹാവ് റെഡിലി അവൈലബിൾ
law or statute to prevent this kind of menace. അത്തരത്തിലുമ്പോഴത്തേക്ക് ഒന്നാമത്തെ സാഹചര്യം പറഞ്ഞു, എന്താണ് ഒരു നിയമം ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു മൗലികമായ അവകാശങ്ങളെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, റീസണബിൾ റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ there must be a law in stand. രണ്ട്, the restriction must have legitimate aim. എന്താണ് legitimate aim? ഇവിടെ COVID-19 പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ ഒരു legitimate aim എന്ന് പറയുന്നത്. Compulsory vaccination pursues the legitimate aim of protecting the public from COVID-19. ഏകദേശം 4 ലക്ഷം ആളുകൾ അധികം മരിക്കുകയും ഇനി മൂന്നാം തരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു സാഹചര്യത്തിനെ കൺട്രോൾ ചെയ്യുക എന്ന ഒരു ലെജിറ്റിമേറ്റ് എയിം നമുക്ക് ഇവിടെ ഉണ്ട്. സോ ദാറ്റ് ഈ ഒരു സാഹചര്യത്തിൽ 3-pronged ടെസ്റ്റിലെ സെക്കൻഡ് പോയിന്റ് ഈസ് ഓൾസോ being cleared. Third one, the restriction must be proportional to the object pursued. With more than 4 lakh reported deaths and looming third wave, the current scenario counts as the present social need, so that it is also a need of the hour to curtail this COVID-19, so that the state have the right to impose reasonable restriction on the bodily autonomy as well. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. And state can move forward with their own decisions by imposing certain other legitimate actions as well. ഇത്തരത്തിലാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മളുടെ മുന്നോട്ട് ചിന്തിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ ഡു something very special. Nevertheless, the government could provide appropriate accommodation for person based on genuine medical reason, even if the court felt that the consequences of non-compliance with the order, that is non-resumption of economic activities, was excessive. The government could have been ordered to replace it with less stringent consequences such as moderate fine or something. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് എന്ത് തന്നെയാണെങ്കിലും COVID-19 വാക്സിനേഷനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ സാഹചര്യം തന്നെ ക്രിയേറ്റ് ചെയ്യുകയും അതിനുവേണ്ടി തന്നെ ശ്രമിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് പ്രധാനപ്പെട്ട ഒരു പ്ലിംസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ് 3-pronged ടെസ്റ്റ്? ഏത് കേസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ്. പ്രൈവസിയുടെ ക്യാൻ ബി ജസ്റ്റിഫൈഡ് ഇഫ് ഇറ്റ് പാസസ് 3-pronged ടെസ്റ്റ്. എന്തിനാണ് 3-pronged ടെസ്റ്റ്? ടു റെസ്ട്രിക്ട് പ്രൈവസി. പ്രൈവസി റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ ദിസ് മസ്റ്റ് ബി പാസ്ഡ് എ 3-pronged ടെസ്റ്റ്. 3-pronged ടെസ്റ്റിൽ ഒന്നാമത്തെ അവസ്ഥ പറയുന്നു, ഇറ്റ് മസ്റ്റ് ബി ഹാവിംഗ് എ ലോ ഇൻ സ്റ്റാൻഡ്. അതായത് ഈ ഒരു മൗലികമായ അവകാശത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് the restriction must be provided in the law. ഏതെങ്കിലും നിയമത്തിൽ ആ റെസ്ട്രിക്ഷൻ നൽകപ്പെട്ടിരിക്കണം. രണ്ട്, എന്തായിരിക്കണം? അതിനൊരു ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഒരു ലെജിറ്റിമേറ്റ് എയിം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നു, എന്താണ്? സെക്കൻഡ്ലി, legitimate aim should be there. Compulsory vaccination pursues the legitimate aim of protecting the public from COVID-19. Third, the restrictions must be proportional to an object pursued. ഈ 3 പോയിന്റുകളാണ് നമ്മൾ 3-pronged ടെസ്റ്റ് എന്ന് പറയുന്നത്, which is there to restrict privacy. എങ്ങനെയാണ് പ്രൈവസിയെ റെസ്ട്രിക്ഷൻ ഓൺ പ്രൈവസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3-pronged ടെസ്റ്റ് ആണ്. അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ നിന്നാണ്. സോ ഇതൊരു പ്രിലിമിനറി പോയിന്റ് ഓഫ് വ്യൂവിലും മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്നതാണ് ഓർത്ത് വെക്കേണ്ടത്. അടുത്തത് 27% ഫോർ OBC, 10% ഫോർ economically weaker section in the national quota of medical seats. നമുക്കറിയാം AIQ was introduced. ഇതൊരു പ്രിലിമിനറിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റാണ്. AIQ was introduced in 1986 for domicile free merit based opportunity to medical aspirants for state to study in a college in another state. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റേറ്റിനും അല്ലെങ്കിൽ കോട്ടയ്ക്ക് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സീറ്റുകളിൽ 2 തരത്തിലുള്ള കോട്ടയുണ്ട്. ഒന്ന്, സ്റ്റേറ്റ് കോട്ടയെന്നും ഓൾ ഇന്ത്യ കോട്ട എന്നറിയപ്പെടുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റിനുള്ള ഒരു കോട്ടയുണ്ട്. സ്റ്റേറ്റ് കോട്ടയിൽ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 85% സീറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റും ഏകദേശം ബാക്കി വരുന്ന 15% ആർക്കാണ് ഓൾ ഇന്ത്യ കോട്ടയ്ക്കുമാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മെഡിക്കൽ അല്ലെങ്കിൽ ഡെന്റൽ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവണം? ദേ വിൽ ഹാവ് ടു ക്ലിയർ നീറ്റ് എക്സാം.
ഈ നീറ്റ് എക്സാമിൽ പാസ്സാകുന്ന ചില ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിലും അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അത്തരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും കാലം 2007 വരെ സുപ്രീം കോർട്ട് ഇൻട്രൊഡ്യൂസ്ഡ് എ റിസർവേഷൻ ഓഫ് 15% ഓഫ് സീറ്റ്സ് ഇൻ ഓൾ ഇന്ത്യ കോട്ട ഫോർ SCs ആൻഡ് 7.54 STs. അതായത് 2007 സുപ്രീം കോടതിയുടെ വിധി പ്രകാരം കൊണ്ടുവന്നത് ഓൾ ഇന്ത്യ കോട്ടയിൽ ഇതുവരെ 15% SCക്കും 7.5% STക്കും മാത്രമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ സുപ്രീം 2007 വിധിയെ ക്യാൻസൽ അല്ലെങ്കിൽ വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പുതുതായിട്ട് 27% OBCക്കും 10% ഇക്കണോമിക്കലി വീക്കർ സെഷനും കൂടി PGക്കും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിനും, അതായത് അല്ലെങ്കിൽ PGക്കും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിനും 15% സീറ്റ് SCക്കും STക്കും 27% OBCക്കും 10% ഇക്കണോമിക്കലി വീക്കർ സെഷനും നൽകാൻ ഉള്ള തീരുമാനം ആവുകയും ചെയ്തു. The Union Health Ministry has announced 27% of reservation for the OBC and 10% quota for the economically weaker section in the All India Quota Scheme for undergraduate and postgraduate medical and dental courses from 2021 to 2022. 2021-22 അക്കാഡമിക് ഇയർ മുതൽ 27% OBCക്കും 10% ഇക്കണോമിക്കലി വീക്കർ സെഷനും നൽകുവാനുള്ള ഒരു തീരുമാനമാണ് യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി തീരുമാനമെടുത്തത്. ഇത്തരത്തിൽ നോക്കുവാണെങ്കിൽ it would benefit every year nearly 1,500 OBC students at the undergraduate level and 2,500 such students at postgraduate level, around 550 EWS students in MBBS and around 1,000 students in postgraduate courses as well. ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ലീപ്പ് ഫോർവേഡ് ആണ് ഇത്തരത്തിൽ ഒരു OBCക്കും ഇക്കണോമിക്കലി വീക്കർ സെഷനും ലഭ്യമായി കൊണ്ടിരുന്നത്. അതായത് സ്റ്റേറ്റിന് എത്രയാണ് 85% സീറ്റുകൾ കൊടുക്കുകയും ഓൾ ഇന്ത്യ കോട്ട ഏകദേശം 15 സീറ്റിൽ അല്ലെങ്കിൽ 15% സീറ്റ്, അതായത് ടോട്ടൽ 100 സീറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ 85 സീറ്റ് സ്റ്റേറ്റിനും ബാക്കി 15 സീറ്റ് ആർക്കാണ്, ഓൾ ഇന്ത്യ കോട്ടയ്ക്കുമാണ് നൽകപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ 15ന്റെ അകത്ത് വരുന്ന ഒരു സാധ്യതയാണ് അതിൽ 15% SCക്കുണ്ട്, 7.5% STക്കാണ്, 27% OBCക്കാണ്, അതിൽ 10% ഇനിയും വരുമ്പോൾ ഇക്കണോമിക്കലി വീക്കർ സെഷനും നൽകുക എന്നതായിരുന്നു ഈ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രിയുടെ പുതിയ തീരുമാനം എന്ന് പറയുന്നത്. ഓൺ July 19th, the Madras High Court said that the center cannot delay indefinitely the implementation of reservation to OBCs in undergraduate scheme. It granted the center a week's time to indicate the mode of and manner of implementation as well. ഇത്തരത്തിൽ നോക്കുവാണെങ്കിൽ ഒരു വളരെ ബെനിഫിറ്റ് ആണ് ഈ SCക്കും STക്കും OBCക്കും ഈ എക്കണോമിക്കലി വീക്കർ സെഷനും ഈ ഒരു മേഖലയിൽ കിട്ടുന്നത്. ഇത് പ്യുവർലി ആർക്കാണ് കിട്ടുന്നത്? നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൽ നിന്നുള്ളവർക്കാണ് ഈ ബെനിഫിറ്റ് കിട്ടുക. ദാറ്റ് മീൻസ് ഇറ്റ് പ്യുവർലി ബേസ്ഡ് ഓൺ മെറിറ്റ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആയിരുന്നു അമെൻഡഡ് ഫാക്ടറിംഗ് റെഗുലേഷൻ ബിൽ പാസ്ഡ്. ഇത് എങ്ങനെയാണ് റെഗുലേഷൻ അല്ലെങ്കിൽ ഇതൊരു സാധ്യത എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് മുന്നോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ കൂടുതൽ ചർച്ചകൾ ഈ ആർട്ടിക്കിളുകൾക്ക് ആവശ്യമായിട്ട് വരും. അതിനു മുമ്പ് എന്താണ് ഈ ഫാക്ടറിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട ആളുകളാണ് ഉണ്ടാവുക. ഇവിടെ ഒരു MSME ഉള്ളത്, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, MSME. ഇവിടെ MSME ഒരു പ്രൊഡക്റ്റ് നൽകുക അല്ലെങ്കിൽ ഒരു സർവീസ് നൽകുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു കസ്റ്റമർ എന്തായാലും ഉണ്ടാവണം. കസ്റ്റമർ എന്ത് ചെയ്യും? കസ്റ്റമർക്ക് ഈ MSME ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നൽകുന്നു. ഇതിനൊപ്പം തന്നെ കസ്റ്റമർക്ക് പ്രൊഡക്റ്റിന്റെ ഒപ്പം തന്നെ നൽകുന്ന ഒന്നാണ് എന്താണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഈ ഇൻവോയ്സിന് അനുസൃതമായിട്ട് സാധാരണ രീതിയിൽ എന്താണ് ചെയ്യേണ്ടത്? കസ്റ്റമർ ആർക്ക് പണം നൽകണം? MSMEക്ക് പണം നൽകണം. പക്ഷേ ഈ ഇൻവോയ്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം പണം നൽകുകയല്ല ചെയ്യുന്നത്, പകരം ഇറ്റ്സ് ആൻ എഗ്രിമെന്റ് ഓഫ് എന്താണ് പേയിങ് ദ എമൗണ്ട് വിതിൻ 6 months or 3 months. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ പണം നൽകിക്കൊള്ളാം എന്ന ഒരു ഉറപ്പാണ് ഈ ഒരു കസ്റ്റമർ ഇദ്ദേഹത്തിന് നൽകുന്നത്. They both agreed. It's an agreement. It became a legal valid agreement. അതായത് MSMEയോട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ പണം ഉടനെ കൊടുത്തില്ല, പകരം വിത്തിൻ എ പീരീഡ് ഓഫ് 6 months or 3 months അല്ലെങ്കിൽ ഇവരുടെ ചർച്ചകൾക്ക് അനുസൃതമായിട്ടുള്ള ടൈമിനുള്ളിൽ പണം കൊടുക്കാം എന്ന ഒരു ലീഗൽ എഗ്രിമെന്റ് എത്തുന്നു. എന്നാൽ മീൻ ടൈം നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു 6 മാസത്തെ സമയം അല്ലെങ്കിൽ 3 മാസം എന്നെടുക്കാം 6 മാസം തന്നെ എടുക്കാം.
ഈ 6 മാസത്തിനകത്ത് MSMEക്ക് ഒരു പണത്തിന് ആവശ്യം വന്നാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? ദിസ് കസ്റ്റമർ വോണ്ട് പേ വിത്തിൻ ദ പീരിയഡ് ഓഫ് 6 months. He will be paid only after 180 days. അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷമാണ് ഇദ്ദേഹം കൊടുക്കാൻ സാധിക്കുക. Then the MSME has to raise amount from some other companies like bank or NBFC, non-banking finance corporations and so on. ഇത്തരത്തിലുള്ള ഒരു സാധ്യതയിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പണം റേസ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാവണം. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടി ഈ എഗ്രിമെന്റുമായിട്ട് MSME ആരെ സമീപിക്കും? ബാങ്കിനെ സമീപിക്കും. ഈ MSMEയുടെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ₹100 ആണെങ്കിലും ഈ ബാങ്ക് എഗ്രീഡ് ടു പേ ഹിം അറൌണ്ട് 90 rupees. ഇദ്ദേഹത്തിന് 90 രൂപ മാത്രമായിരിക്കും ബാങ്ക് നൽകുക. ഒരു ഫേസ് വാല്യൂ ഇട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലായിരിക്കും ആർക്ക് നൽകുക? ഒരു ഈ MSMEക്ക് നൽകുക. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ലാഭം എന്ന് പറയുന്നത്? ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ആർക്ക് നൽകുക? ഈ കമ്പനികൾക്ക് നൽകുക. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഫണ്ടിങ് ഇവിടെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബാങ്ക് എഗ്രി ടു പേ ഹിം ഓർ പേ ദം എ ഡിസ്കൗണ്ടഡ് റേറ്റ് ഓഫ് ദിസ് ഫേസ് വാല്യൂ ഓഫ് ദിസ് എഗ്രിമെന്റ്. അതിനുശേഷം എന്ത് ചെയ്യും? ബാങ്കിന് ആരാണ് പണം അടയ്ക്കുക? ദിസ് കസ്റ്റമർ വിൽ പേ ദിസ് 100 rupees ടു ദിസ് ബാങ്ക്. അപ്പൊ ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഈ MSMEക്ക് കൊടുത്ത 90 രൂപ കഴിച്ച് ബാക്കി 10 രൂപയാണ് ബാങ്കിന്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പോയിന്റ് എന്താണ്? ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 3 ആളുകളുണ്ട്. ഒന്ന് അസൈനി എന്നറിയപ്പെടുന്ന ഈ കമ്പനിയുടെ ഓണർ ആരാണോ അല്ലെങ്കിൽ കമ്പനി ഏതാണോ അവരെയാണ് നമ്മൾ അസൈനി എന്ന് വിളിക്കുക. 2 ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടർ എന്നറിയപ്പെടുന്ന ബാങ്കിങ് മേഖലയെ നമ്മൾ ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം. 3 ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വിൽ ബി ദ ഡെപ്റ്റേഴ്സ് ആസ് വെൽ. ഇത്തരത്തിൽ 3 ഘടകങ്ങളാണ് ഈ ഫാക്ടറിംഗ് ബിസിനസ്സിനകത്തുള്ളത്. അതിനുവേണ്ടിയിട്ട് രാജ്യസഭ ഓൺ തേഴ്സ്ഡേ പാസ് the Factoring Regulation Amendment Bill 2021, while the bill which Finance Minister Nirmala Sitharaman said would benefit micro, small and medium enterprises. എന്നാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇതിന്റെ ബില്ലിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ we will discuss in a separate session. അതിനു മുൻപ് ഈ ഫാക്ടറിംഗ് എന്താണെന്നത് മാത്രമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഒന്ന് ഈ അമെൻഡഡ് ഫാക്ടറിംഗ് ബിൽ പാസ്ഡ്, അതുപോലെ 27% OBCക്ക് 10% ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ, അതുപോലെ തന്നെ ആ കമ്പൽസറി വാക്സിനേഷൻ ലീഗൽ ആണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എഡിറ്റോറിയൽ പേജും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So I request everyone to go through these articles very deeply and make your notes and prepare well. Have a great day.